നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകുവാൻ യാക്കോബിൻ്റെ ലേഖനം ഒരു പഠനമെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് നാം ദൈവത്തോടടുത്ത് എന്നാൽ ദൈവം നമ്മോട് അടുത്തു വരും എന്നുള്ളതാണ്. ദൈവത്തോട് അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. നമ്മുടെ അകവും പുറവും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വരും. ദൈവം നമ്മോട് അടുത്ത് വന്നാൽ നമ്മുടെ ജീവിതം ധന്യമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ജീവിതം അനുഗ്രഹമാണ് എന്ന് ഓർക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്കടുത്ത ഒരു ചെറിയ വാക്യമാണ്. അത് വായിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വാക്യത്തോടുള്ള ബന്ധത്തിലും ധാരാളം ചിന്തകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് എന്നെനിക്ക് ഓർമ്മയുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗിരിപ്രഭാഷണങ്ങൾ പഠിച്ചപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഈ വാക്യത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞത് കൂടാതെ, ചിലപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളും പറഞ്ഞെന്ന് വരാം, എന്നാൽ അത് കൂടാതെ മറ്റു ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ഓർത്ത് നമുക്ക് പ്രയോജനപ്രദമായ നിലയിൽ ചില ആത്മീയ ചിന്തകൾ സ്വർഗത്തിലെ ദൈവമേ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നിന്നും 2 കാര്യങ്ങളാണ് നമുക്ക് ഈ വാക്യത്തിൽ ചിന്തിക്കാനുള്ളത്. ഒന്ന്, തന്നെത്താൻ താഴ്ത്തുക എന്നുള്ളതാണ്. തന്നെത്താൻ താഴ്ത്തുക ഒന്ന്. 2, ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും. തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ താഴ്മ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. സബ്ജക്റ്റ് താഴ്മ എന്നുള്ളതാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ താഴ്മയെക്കുറിച്ചൊരു ക്ലാസ് എടുത്തതാണ്. കാരണം യാക്കോബ് യേശു കർത്താവിൻ്റെ സഹോദരനാണ്. സഹോദരനായിരിക്കെ താൻ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എന്നാണ്. അപ്പോൾ ആ ആശയത്തിൽ നിന്ന് നമ്മൾ താഴ്മ എന്ന വിഷയം ഒരർത്ഥത്തിൽ ഒരു ക്ലാസ്സായി തന്നെ അന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ കാണും. അത് നല്ലതാണ്. അതോട് ചേർന്ന് ചില കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. ഈ താഴ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഗുണമാണ്. ഏറ്റവും മനോഹരമായ ഒരു ഗുണമാണ്. താഴ്മയുള്ളവരെ എപ്പോഴും സമൂഹത്തിൽ തന്നെ അവർക്കൊരു പ്രത്യേക അംഗീകാരമുണ്ട് എന്നുള്ളതാണ്. ഈ താഴ്മ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തരമായിരിക്കുന്നതെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ ഗുണമായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. അത് പിതാവിനെ നോക്കിയാലും പുത്രനെ നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിലൊക്കെ സൃഷ്ടിച്ച് ആ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നുള്ളത് തന്നെ ഒരു അത്ഭുതപ്പെട്ട കാര്യമാണ്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനോട് നിനക്ക് ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാപിച്ചോളും. പക്ഷേ ദൈവം ചെയ്ത എന്താ? മൂക്കിൽ ഊതി. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ അത് ഓർത്തതാണ്. ഒരു മനുഷ്യനെ 1 അടിയോ 2 അടിയോ ദൂരെ നിന്ന് വേണേൽ നമുക്ക് ഊതാം, പക്ഷെ മൂക്കിൽ ഊതാൻ പറ്റുകയില്ല. മൂക്കിൽ ഊതണമെങ്കിൽ അത്രയും അടുത്തിയല്ല, അങ്ങ് അടുത്ത് ചെല്ലണം. ഒരു ചുംബനം പോലെ. നോക്കുക, ദൈവം തൻ്റെ കൈകൊണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ സൃഷ്ടിയുടെ മൂക്കിൽ ഉതത്തക്കൊണ്ട് ഒരു ചുംബനം കൊടുക്കുന്ന പോലെ ആ ദൈവത്തിൻ്റെ താഴ്മയാണ് കാണിക്കുന്നത്. അതിമനോഹരമായ ഒരു ചിന്തയാണ്. എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് സ്പർശിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന്, മനുഷ്യന് സൃഷ്ടിച്ചു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, ഏതെങ്കിലുമൊക്കെ ആക്കി വെച്ച് ഇനി നീയായി നിൻ്റെ പാടായി എന്ന് പറയുകയല്ല ചെയ്ത്. എല്ലാ ദിവസവും
വെയിലാറുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ്റെ കൂടെ നടക്കാൻ, സംസാരിപ്പാൻ, ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ ഇറങ്ങി വരുന്ന ദൈവം. താഴ്മയല്ലേ അത്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ് താഴ്മ. ഇനി കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാലോ? യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് താഴ്മയുടെ വലിയൊരു ചിത്രമല്ലേ? അത് താഴ്മയുടെ വലിയ ചിത്രമാണ്. മനുഷ്യനെ സ്നേഹിച്ചിട്ട് മനുഷ്യനായി മനുഷ്യൻ്റെ ഇടയിലേക്ക് വരിക ചെറിയ കാര്യമാണോ? നമുക്കറിയാം, മനുഷ്യരൊക്കെ ഈ ജീവികളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്, പട്ടിയെയും പൂച്ചയും കിളികളെ ഒക്കെ സ്നേഹിക്കുന്ന അങ്ങനത്തെ ജീവികളൊക്കെ ഇനിയും നമ്മുടെ ഇവിടെ അത്രയും കണ്ടിട്ടില്ല. പാശ്ചാത്യ ദേശത്തൊക്കെ ചെന്ന് പാമ്പിനെ വളർത്തുന്നവർ, അരണയെ, എലിയെ, ഞണ്ടിനെ ഒക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അതിനെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാണ് വളർത്തുന്നത്. അതിനെയൊക്കെ വളർത്തുന്നതിന് എന്തൊരു ചിലവാണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തെ പോലെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ വലിയ ചിലവാണ്. പക്ഷെ അതിനോട് അത്ര ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അവരോടൊന്ന് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ പട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ആ പട്ടിയെ സ്നേഹിക്കാൻ നിങ്ങൾക്കും കൂടെ അങ്ങ് പട്ടിയാകാമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒരിക്കലും ഒരുത്തരും അതിന് സമ്മതിക്കില്ല. ഞാനിങ്ങനെ മനുഷ്യനായി ഇരുന്ന് ഈ പട്ടിക്കെല്ലാ സ്നേഹവും കൊടുത്തോളാം. പട്ടിയായി എനിക്ക് പട്ടിയെ സ്നേഹിക്കാൻ പറ്റുകയില്ല. പൂച്ചയായി ഞാൻ പൂച്ചയെ സ്നേഹിക്കുന്നില്ല. തത്തയായി തത്തമ്മയെ സ്നേഹിക്കുന്നില്ല. ദൈവം എന്താ ചെയ്തത്? നമ്മുടെ കർത്താവ് നമ്മിൽ ഒരാളായി നമ്മെ സ്നേഹിപ്പാൻ നമ്മുടെ നടുവിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം. ആ അനുഗ്രഹീതമായ സ്വഭാവം, താഴ്മയുടെ സ്വഭാവം നമ്മിൽ ഉണ്ടായേ പറ്റൂ. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനൊരു മാറ്റവുമില്ല. ആ സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താ ഈ താഴ്മയെന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. താഴ്മ എന്നാൽ എന്ത് എന്നതിനൊരു ഉത്തരം കിട്ടുന്നൊരു വാക്യം. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ആ വാക്യത്തിന് മുൻപിൽ 1-2 വാക്കുകൂടെ ഉണ്ട്, ഞാനതങ്ങ് വിട്ടുകളഞ്ഞതാണ്. അതുകൂടെ വായിച്ചോണം. അപ്പോൾ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നതാണ് ശരിയായിട്ടുള്ള താഴ്മ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി ശ്രേഷ്ഠരെയൊക്കെ, നമ്മളെക്കാട്ടി വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള, കഴിവുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ളവരെയൊക്കെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന കാര്യമല്ല. നമ്മളെക്കാൾ കഴിവില്ലാത്ത, നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത, പണമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ഞാനിങ്ങനെ അങ്ങ് പറയട്ടെ, നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞവരെ പോലും നമ്മളെക്കാട്ടി ശ്രേഷ്ഠരായിട്ട് എണ്ണണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എണ്ണണമെന്ന് പറയുമ്പോൾ ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയുമ്പോൾ അത് കൂടുതൽ ഞാൻ വിശദീകരിക്കാമെന്ന് വിചാരിക്കുക. നമ്മുടെ ഹൃദയം അങ്ങനെ അങ്ങ് ഒരുങ്ങണം. മറ്റുള്ളവരെ കാണുമ്പോൾ അവരെന്നേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ അത് അങ്ങനെ ഒരു രൂപാന്തരം നമ്മുടെ ഹൃദയത്തിന് വരണം. അല്ലാണ്ട് ഇങ്ങനെ വേദോസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്തേക്കാം, അതുകൊണ്ട് അങ്ങ് എന്നെ ശ്രേഷ്ഠരായിട്ട് എണ്ണിയേക്കാമെന്ന്. ഞാനൊരു എക്സാമ്പിൾ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു വാചകമാവും. ഒരുത്തൻ പറയാണ്, ഐ ലവ് മൈ വൈഫ് ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ ദാറ്റ് യു ഹാവ് ടു ലവ് യുവർ എനിമീസ് എന്ന്. നോക്കുക, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെയൊക്കെ ശ്രേഷ്ഠരായിട്ട് എണ്ണണം, അതുകൊണ്ട് ഞാൻ എണ്ണുന്നു. അങ്ങനല്ല, നമ്മുടെ ഹൃദയം അങ്ങനെ ഒരു മാറ്റം വരണം. ആരെ കണ്ടാലും അവരെന്നേക്കാൾ ശ്രേഷ്ഠരാണ്. അങ്ങനെ അത് വരുമ്പോഴാണ്, അതാണ് യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ആ വാക്യത്തിൽ ഞാൻ മുഴുവൻ ഭാഗവും വായിക്കുന്നില്ല, അത്യാവശ്യമുള്ള ഭാഗം മാത്രം. കൊലോസ് ലേഖനം 2:18. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വായിച്ചിട്ട് ഞാൻ അതിൻ്റെ വിശദീകരണം പറയാം. കൊലോസ് 2:18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുന്നവരെ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുന്നവരെ. 23-ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ.
അതായത് കൊലോസ്യർ 2:18 23 ഞാൻ ആശയം മാത്രം പറയാം. എന്ന് പറഞ്ഞാൽ താഴ്മ അഭിനയിക്കുന്നവരെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. താഴ്മയിലങ്ങ് രസിക്കുകയാണ് അവർ. താഴ്മയുള്ളവൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതിൽ സന്തോഷിക്കുന്നവർ, അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ താഴ്മ അഭിനയിക്കുന്നവർ. ഹൃദയത്തിൽ താഴ്മയൊന്നുമില്ല, പിന്നെ താഴ്മ അങ്ങ് അഭിനയിക്കുവാണ്, അതിൽ അവരൊരു രസം കാണുകയാണ്. അങ്ങനല്ല കേട്ടോ. അങ്ങനത്തെ താഴ്മയൊക്കെ ഇത് ആരുടെ മുൻപിലായത്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിൻ്റെ മുൻപിൽ ഈ അഭിനയം ഒന്നും നടക്കുകയില്ല. നമ്മുടെ ഹൃദയം അങ്ങനെ രൂപാന്തരപ്പെട്ട് ആരെ കണ്ടാലും അവരെന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എൻ്റെ ഹൃദയം പറയണം. ആ നിലയിൽ വരുമ്പോഴാണ് നമുക്ക് താഴ്മയുള്ളവരെന്ന് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുന്നത് എന്നും കൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഇനി കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. ആവർത്തിച്ചോർക്കുന്ന ഒരു വാക്യമാണ് മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവിൽ നിന്ന് വേണം നമ്മളെല്ലാം പഠിക്കാൻ. താഴ്മയും കർത്താവിൽ നിന്ന് പഠിക്കണം. അപ്പം കർത്താവ് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ താഴ്മ പഠിക്കേ. കർത്താവിൻ്റെ ജീവിതത്തിലെ താഴ്മ പറയാൻ പോയാൽ നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. ശിഷ്യന്മാരുടെ കാല് കഴുകിയത് നമുക്ക് ഓർക്കാം. മനുഷ്യനെ രക്ഷിക്കാനായിട്ട് വന്ന കർത്താവ് തൻ്റെ സൃഷ്ടിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കർത്താവിനെ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താ? കർത്താവിൻ്റെ താഴ്മ എന്ന സ്വഭാവം കൂടെയാണ് അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ താഴ്മ ഉള്ളവർ ആയിരിക്കണം. തന്നെത്താൻ താഴ്ത്തണം. നമ്മൾ സ്വയം ഞാൻ എല്ലാവരെക്കാളും താണ നിലവാരത്തിലുള്ളവനാണ്, ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് ബാക്കി എല്ലാവരും എന്ന് നമ്മൾ സ്വയം അങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 23:12 ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മത്തായി 23:12. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ആ വാക്യമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കാണാതിരിക്കണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാം തന്നെത്താൻ ഉയർത്തുന്നവരാ. ഞാൻ ആരാണെന്നറിയാമോ? ഒന്ന്. പിന്നെ ഞാൻ ആരാണെന്ന് പറയാതെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കത്തക്കമുള്ള വാക്കിലും പ്രവൃത്തിയിലും വേഷത്തിലും ഒക്കെ ജാട കാണിക്കുന്നവർ. തിരുവെഴുത്താ പറയുന്നത്, ഒക്കെ താഴ്ത്തപ്പെടും. ഒരു ദിവസം ദൈവം താഴ്ത്തിയിരിക്കും. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവരെയോ ദൈവം തന്ന നന്മകളിൽ ഒന്നും നെഗളിക്കാതെ, നമ്മൾ പഠിച്ചു വരുന്നതൊക്കെ അതാണല്ലോ, നെഗളിക്കാതെ അതൊക്കെ ദൈവം തന്നതാണ്, ദൈവനാമ മഹത്വത്തിനാണ്, എപ്പോൾ വേണേലും ദൈവത്തിന് തിരിച്ചെടുക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം താഴ്മയോടെ ജീവിച്ചാലോ അത് അനുഗ്രഹമാണ് എന്നുള്ളതാണ്. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാം? അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ആ വാക്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ധാരാളം കേൾക്കുന്ന ഒരു വാക്യമാണ്. നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. ദൈവം നമ്മെ വാലല്ല തലയാക്കും എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താക്കും. പിന്നെ നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ചയൊന്നും പ്രാപിക്കത്തില്ല. പക്ഷെ ആ വാക്യം മുഴുവൻ ഒന്ന് കേൾക്കണം. ആ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരി തന്നെയാണ്, അതൊരു കണ്ടീഷണലായിട്ടുള്ള ഒരു വാക്യമാണ്. അതുകൊണ്ട് ആ വാക്യം മുഴുവൻ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതുകൂടെ നമ്മുടെ ഹൃദയത്തിരിക്കണം. നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഞാനും ധാരാളം കേൾക്കുന്നതൊക്കെ ഇപ്പം ഞാൻ നിന്നെ വാലുള്ള തലയാക്കും ഇത് തന്നെ കേൾക്കാം. പിന്നെ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന്. പക്ഷെ ആ വാക്യം മുഴുവൻ ആവർത്തന പുസ്തകം 28:13 ആ വാക്യം ഞാൻ മുഴുവൻ വായിക്കട്ടെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. പറഞ്ഞത് കേട്ടോ? ലളിതമാക്കി അങ്ങ് പറയട്ടെ,
ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവൻ്റെ കാര്യമാണ് പറഞ്ഞത്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവൻ അവനെ വാലുള്ള തലയാക്കും. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം എന്താ പറയുന്നത്? താഴ്മയോടെ ജീവിക്കണം എന്നാണ്, തന്നെത്താൻ താഴ്ത്തണം എന്നാണ്. കർത്താവ് കാണിച്ചു തന്ന മാതൃക അതാ. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അധികം ആ വിഷയം പറയാഞ്ഞു. നമ്മൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്നാണ്. അതുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമം നൽകി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവ് തന്നെ കാണിച്ചു തന്ന മാതൃക അതാണ്. അപ്പോൾ വചനമനുസരിച്ചാൽ നിന്നെ വാലുള്ള തലയാക്കും. വചനമനുസരിക്കുക എന്ന് പറഞ്ഞാൽ വചനം എന്താ പറയുന്നത്? വചനം പറയുന്നത് ഓരോ ദൈവ പൈതലും വളരെ താഴ്മയോടെ ജീവിക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഈ നഗളിക്കുന്നവരെ നമ്മളത് കണ്ടല്ലോ. തന്നെത്താൻ ഉയർത്തുന്നവരൊക്കെ താഴ്ത്തപ്പെടുമെന്നാണ് നമ്മൾ കണ്ടത്. നഗളിച്ച 1-2 പേരെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അതിഭയങ്കരമായ പ്രതിസന്ധികൾ തിരുവെഴുത്തിൽ നിന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു വാക്യം ഞാൻ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 18:27. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിഗളിക്കുന്നവരെ നീ താഴ്ത്തും. അയ്യോ, നിഗളത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചു. അതിനോട് ചേർന്ന് ഇതും വരുന്നതാണ്. ഒരേ വേദഭാഗം തന്നെയാണ്. നമ്മൾ പലതായിട്ട് വിഭജിച്ച് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിഗളം എത്ര ഭയങ്കരമാണ്! നിഗളിക്കുന്നവരെ, യഹോവയെ ദൈവം പറയാണ്, നിഗളിക്കുന്നവരെ താഴ്ത്തും. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിഗളിക്കുന്നവരെ നീ താഴ്ത്തുമെന്ന് എനിക്കറിയാം. നിഗളിച്ചു പോകരുത്. ഒരു കാരണവശാലും നമുക്ക് നിഗളം ഉണ്ടാകില്ല. ദൈവം തന്നതിലൊക്കെ സന്തോഷിച്ചാട്ട്, ഒരു കുഴപ്പമില്ല, നന്ദി പറഞ്ഞാട്ട്, പക്ഷെ നിഗളിക്കാനായിട്ട് പാടില്ല. 2 പേരെ ഞാൻ വേഗം കാണിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ നെബുക്കദ്നേസറിനെ കാണുന്നുണ്ട്. ഏറെ വിശദീകരിക്കാതെ പറയാൻ ഞാൻ പോവാം. നെബുക്കദ്നേസർ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ ഒരു സമ്മിശ്ര ലോക ബിംബം കാണുന്നുണ്ട്. ആ സമ്മിശ്ര ലോക ബിംബത്തിലെ തല തങ്കം കൊണ്ടാണ്. അത് ഈ നെബുക്കദ്നേസറിനെ ഉദ്ദേശിക്കുന്നത്. നോക്കുക, അത്ര ഉന്നത പദവിയാണ് ഉള്ളത്. പക്ഷെ അവൻ വല്ലാണ്ട് നഗളിച്ചു. യെരുശലേമിലേക്ക് പോയി യെരുശലേം ദൈവാലയം തകർത്തു കൊടുത്ത പാത്രങ്ങൾ കൊണ്ടുവന്നു. എന്തെല്ലാം തരത്തിൽ നഗളിക്കാമോ ആ നഗളമെല്ലാം തൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയോ? അവൻ രാജസ്ഥാനത്ത് നിന്നിറങ്ങി പാടത്തു പോയി കാളയെപ്പോലെ പുല്ല് തിന്നുന്ന 7 കൊല്ലം. അവൻ്റെ രോമങ്ങളൊക്കെ കഴുകൻ്റെ തൂവൽ പോലായി. അവൻ്റെ നഖമൊക്കെ പക്ഷികളുടെ നഖം പോലെ വളർന്നെന്ന് പറയുന്നത്. 7 കൊല്ലം രാജസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി പുല്ല് തിന്നേണ്ട സ്ഥിതി വന്നെങ്കിൽ നഗളത്തിന് ചെറിയ ശിക്ഷയാണോ? ദൈവമക്കളെ, ഗൗരവത്തോടെ എടുക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒത്തിരി ഗൗരവത്തോടെ എടുക്കണം. ഒരു കാരണവശാലും നഗളിച്ച് പോകരുത്. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ എല്ലാം തകർന്നു പോകുന്നില്ല. ആരോഗ്യമായാലും സൗന്ദര്യമായാലും ഒരു അപകടം, ഒരു രോഗം, അയ്യോ എത്ര പെട്ടെന്നാണ് നമ്മൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. അതെപ്പോഴും ഓർത്തോണം, എപ്പോഴും ഓർത്തോണം. നഗളിച്ച് പോകരുത്. ഇനി അദ്ദേഹത്തിൻ്റെ മകൻ ബെൽഷസ്സർ രാജാവായി. ബെൽഷസ്സർ രാജാവായിട്ട് എന്താ സംഭവിച്ചത്? ഈ അപ്പന് സംഭവിച്ചതെല്ലാം കണ്ടതാണ്. ഈ നഗളത്തിൻ്റെ ഫലമെല്ലാം കണ്ടതാണ്. പക്ഷേ എന്ത് സംഭവിച്ചറിയോ? ഇവൻ അതിനേക്കാൾ നഗളം കാണിച്ചു. നഗളത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവൻ ചെയ്ത പണി, അപ്പൻ യെരുശലേം ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ, വിശുദ്ധ കാര്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്തിട്ട് ഒരു ഭയങ്കര വിരുന്ന് അങ്ങോട്ട് നടത്തി. 1000 പേരുകൾക്കുള്ള ഒരു വിരുന്ന് സൽക്കാരം. അതിനകത്ത് ഇവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവരും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഈ വിശുദ്ധ പാത്രത്തിൽ വീഞ്ഞു പകർന്ന് കുടിക്കാൻ കൊടുത്തു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്: അന്ന് രാത്രി കൽദേ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യ രാജാവ് ദാര്യാവേശ് രാജഭരണത്തിലേക്ക് വന്നു. അന്ന് രാത്രി ഇവൻ ഈ ദുഷ്ടത ചെയ്ത നഗളത്തിൻ്റെ ഫലമായ ഈ ഭയങ്കരത കാണിച്ച ആ രാത്രിയിൽ അന്ന് തന്നെ അവൻ മരിച്ചു എന്നുള്ളതാണ്. ദൈവമക്കളെ, ആ ശിക്ഷ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് ഓർക്കണം. നഗളിക്കരുത്. ഒരു കാരണവശാലും നഗളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം.
ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ താണിരുന്നാൽ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ഞാനൊരു വാക്യം പറഞ്ഞുകൊണ്ട് ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യമാണ്. അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്നാണ്. വാക്യം മനസ്സിൽ വെച്ചോണം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. നമ്മുടെ വാക്യം അതാണല്ലോ, നിങ്ങൾ തന്നെത്താൻ താഴ്ത്ത്, ദൈവം നിങ്ങളെ ഉയർത്തും. പത്രോസും പറയുന്നത് തന്നെയാണ്. നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും, പക്ഷെ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ഞാനതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലമുള്ള കൈയാണ്. അതിൻ്റെ കീഴിൽ നിങ്ങൾ താണിരിക്കാനാണ് പറയുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇത് ബലമുള്ളത് മാത്രമല്ല, ബലമുള്ള കൈയാണ്, ആശ്വാസത്തിൻ്റെയാണ്, അനുഗ്രഹത്തിൻ്റെയാണ്, പിന്നെ അതുപോലെ ആണിപ്പാടുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ അനുഗ്രഹത്തിൻ്റെ കൈയാണ്. അതിൻ്റെ കീഴിൽ നിങ്ങൾ താണങ്ങിരിക്കണം. നിങ്ങൾ പൊങ്ങാൻ ശ്രമിച്ചാൽ പൊങ്ങാൻ പറ്റത്തില്ല. ഇത് ബലമുള്ള കൈയാണ്. നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ പള്ളിക്കാരും എല്ലാം കൂടെ പൊക്കാൻ ശ്രമിച്ചാലും പൊങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത് ബലമുള്ള കൈയാണ്. നിങ്ങൾ താണവിടെ ഇരി. അതാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. എന്നിട്ട് തക്ക സമയം, ദൈവത്തിനൊരു സമയമുണ്ട്. നിങ്ങൾ താണിരിക്കുന്നു, താഴ്മയോടെ ജീവിക്കുന്നു, തന്നെത്താൻ താഴ്ത്തുന്നു എന്ന് ഇരിക്കുമ്പോൾ ഈ കൈ ഇവിടെ നിന്ന് മാറും, മെല്ലെ താഴെ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ എവിടെയാ? ബലമുള്ള കൈയുടെ ഉള്ളിലാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. എത്ര ദൈവത്തിന് മഹത്വപ്പെടുത്തണം. ഇപ്പോൾ നീ ബലമുള്ള കൈയുടെ അകത്താ. അവൻ ഉയർത്തുകയാണ്. ആർക്കേലും താഴ്ത്താൻ പറ്റുമോ? നാട്ടുകാരെല്ലാം കൂടെ കൂടിയാൽ താഴ്ത്താൻ പറ്റുമോ? വീട്ടുകാരെല്ലാം കൂടെ കൂടിയാൽ താഴ്ത്താൻ പറ്റുമോ? കൂട്ടുകാരെല്ലാം കൂടെ കൂടിയാൽ താഴ്ത്താൻ പറ്റുമോ? ലോകം മുഴുവൻ ശ്രമിച്ചാൽ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? അവൻ്റെ ബലമുള്ള കൈയാണ്. ആ കരം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏതൊക്കെ നിലയിൽ താഴ്ത്താൻ ആൾക്കാർ ശ്രമിക്കട്ടെ, ഏതൊക്കെ നിലയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചോട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മൾ സ്വയം താണങ്ങ് ജീവിച്ചേക്കണം. ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഒന്നും പ്രതികരിക്കാൻ പോവില്ല. നമ്മൾ താണങ്ങ് ജീവിച്ചാൽ തക്ക സമയം, ദർ ഇസ് എ റൈറ്റ് ടൈം, ഒരു തക്ക സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ആ കരം മെല്ലെ താഴെ വന്ന്, അനുഗ്രഹത്തിൻ്റെ കരം, ബലമുള്ള കരം വന്ന് നമ്മൾ ഉയർത്തും. ആർക്കും തടയാൻ പറ്റുകയില്ല. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ താഴ്ത്തുക, അപ്പോൾ നമ്മളെ ദൈവം ഉയർത്തും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. ഫിലിപ്പ് ലേഖനം 3:21 വായിക്കുക. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മളെ ഉയർത്തുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി ഭാവിയിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഇത് വളരെ താഴ്ചയുള്ള ശരീരമാണ്. ഇത് ദ്രവിക്കുന്ന ശരീരമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓർത്ത് ക്ഷയിക്കുന്ന ശരീരമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിച്ചാൽ അറിയാം ഇതിൻ്റെ എല്ലാ ദ്രവത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ശരീരത്തെ കൂടെ മഹത്വമുള്ള, നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കാൻ പോവുകയാണ്. നമ്മളെ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവ മക്കളെ, താഴ്മയോടെ ജീവിക്കുന്നവരെ. ഈ താഴ്മയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. ഇത് ചിലത് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ. താഴ്മയോടെ ജീവിച്ചാൽ കർത്താവ് നമ്മളെ ഉയർത്തുമെന്ന് നമ്മൾ കണ്ടു. താഴ്മയുടെ വേറൊരു ലക്ഷണമാണ് ഏതെന്നറിയാമോ? കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് അങ്ങ് മരിച്ചത്, ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് താഴ്മയുടെ ഒരു ലക്ഷണമാണ്. അങ്ങനെ ആ താഴ്മ കാണിച്ചവർ, അവർ ഭൂമി താഴ്മയോടെ ജീവിച്ചാൽ അവരെ ഭൂമിയിൽ ഉയർത്തുമെന്ന് മാത്രമല്ല, ഭാവിയിൽ അവരുടെ താഴ്ചയുള്ള ശരീരത്തെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർക്കും. ഓ പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണത്. നമുക്കൊരു തീരുമാനമെടുത്താലോ? ഈ ഭൂമിയിൽ ദൈവം തന്ന നന്മകൾ അനുഭവിച്ചുകൊണ്ട് ഏറ്റവും താഴ്മയോടെ ജീവിക്കാം. നമ്മെ തന്നെ നമുക്ക് താഴ്ത്താം. കർത്താവിൻ്റെ സമയത്ത് നമ്മളെ ഉയർത്തട്ടെ. കർത്താവ് നമ്മളെ ഉയർത്തുമ്പോഴും നമ്മൾ താഴ്മയോടെ തന്നെ ജീവിച്ചോണം. അതിനെല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.